ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഒമാന്റെ ഗസബ് തുറമുഖത്തിന് സമീപം ഇറാനിയൻ ചരക്ക് കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും നേരെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം മേഖലയെ വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഈ സൈനിക നടപടി ഉണ്ടായത്. സമാധാനത്തിന്റെ പാതയിൽ നിന്നും മാറി ആയുധങ്ങൾ സംസാരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അമേരിക്കയുടെ ഈ ആക്രമണം ഇറാന് വലിയ ആൾനാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം 6ഓളം പേരെ ആക്രമണത്തെ തുടർന്ന് കാണാതായിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ ഒമാനിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പൗരന്മാരുടെ ജീവന് ഭീഷണിയായ ഈ നടപടിയെ ഇറാൻ വൻതോതിൽ അപലപിച്ചു കഴിഞ്ഞു. തകർന്ന കപ്പലുകളിൽ ഭൂരിഭാഗവും പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടേതായിരുന്നു എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ബന്ദർ ലംഗെ ഗവർണർ ഫവാദ് മൊറാദ് സാദെ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ആക്രമിക്കപ്പെട്ട ബോട്ടുകൾ ബന്ദർ മൊല്ലമിലെ താമസക്കാരുടേതാണ്. ആക്രമണം നടക്കുമ്പോൾ ഏതാണ്ട് 20ഓളം ആളുകൾ ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്നു. സാധാരണ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവരും പ്രാദേശിക വ്യാപാരത്തിന്റെ ഭാഗമായിരുന്നവരും ഈ സൈനിക നടപടിയുടെ ഇരകളായി മാറിയിരിക്കുന്നു. സിവിലിയൻ ലക്ഷ്യങ്ങളെ അമേരിക്ക മനഃപൂർവ്വം വേട്ടയാടുകയാണെന്ന ആരോപണമാണ് ഇറാൻ ഇപ്പോൾ ഉയർത്തുന്നത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ മറ്റൊരു ആക്രമണം കൂടി നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. തലേ ദിവസം ഹോർമൂസ് കടലിടുക്കിന് സമീപം ഒരു ഇറാനിയൻ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഗസബ് തുറമുഖത്തിന് സമീപം വീണ്ടും പ്രകോപനപരമായ ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും മറിച്ച് ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഈ സംഘർഷങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവികസേന ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന US നാവിക നശീകരണ കപ്പലുകളെ ലക്ഷ്യമിട്ടതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. തങ്ങളുടെ നാവിക ആസ്തികൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കവും സഹിക്കില്ലെന്ന് വാഷിംഗ്ടൺ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുന്നത് ഒരു റെഡ് ലൈൻ ലംഘിക്കുന്നതിന് തുല്യമാണെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 5/1 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. ഇറാന്റെയും ഒമാന്റെയും തീരപ്രദേശങ്ങൾക്കിടയിലുള്ള ഈ ഇടുങ്ങിയ പാതയിൽ നിയന്ത്രണം ഉറപ്പിക്കാൻ ഇറാൻ നിരന്തരം ശ്രമിക്കാറുണ്ട്. എന്നാൽ അമേരിക്കയും സഖ്യകക്ഷികളും ഇതിനെ നഖശിഖാന്തം എതിർക്കുന്നു. സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനെന്ന പേരിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിൽ സജീവമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ വ്യോമാക്രമണം ഇറാനിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സ്വന്തം മണ്ണിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു പാതയിൽ അമേരിക്ക നടത്തുന്ന ഈ കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ തങ്ങളുടെ സൈനികരുടെ സുരക്ഷയാണ് തങ്ങൾക്ക് പ്രധാനമെന്നും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളെ ചെറുക്കുമെന്നും പെന്റഗൺ വ്യക്തമാക്കുന്നു. ഇത് മേഖലയിലെ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഇറാന്റെ IRGC നേവി മേഖലയിൽ കൂടുതൽ ശക്തമായ പ്രതിരോധത്തിന് തയ്യാറെടുക്കുകയാണ്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ തങ്ങളുടെ സ്വർ ബോട്ടുകളെയും മിസൈൽ സംവിധാനങ്ങളെയും സജ്ജമാക്കാൻ അവർ ഉത്തരവിട്ട് കഴിഞ്ഞു. ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് വലിയ യുദ്ധക്കപ്പലുകളെ വളയുന്ന തന്ത്രമാണ് സ്വർ ബോട്ട് ആക്രമണം. ഇത് അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒമാൻ ഈ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്തരീക്ഷം ഇപ്പോഴും കലുഷിതമാണ്. പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുന്നതിലും കാണാതായവർക്കായുള്ള തിരച്ചിലിലും ഒമാൻ സഹായം നൽകുന്നുണ്ട്. എങ്കിലും മേഖലയിലെ 2 വൻ ശക്തികൾ നേർക്കുനേർ നിൽക്കുമ്പോൾ ഒമാൻ പോലുള്ള അയൽരാജ്യങ്ങൾ വലിയ സമ്മർദ്ദത്തിലാണ്. സംഘർഷം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതൊരു പ്രാദേശിക യുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് ഈ ആക്രമണത്തെ പ്രതിരോധപരമായ നീക്കം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാനിയൻ പ്രകോപനങ്ങൾ അതിരുവിടുകയാണെന്നും തങ്ങളുടെ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആരെയും അനുവദിക്കില്ലെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നു. എന്നാൽ സാധാരണക്കാരായ തൊഴിലാളികൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് അമേരിക്ക കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന പരാതി ശക്തമാണ്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതൃത്വം ഈ സംഭവത്തിൽ ഉടൻ പ്രതികരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. തിരിച്ചടി നൽകാനുള്ള എല്ലാ അവകാശവും ഇറാനുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണി ഇറാൻ പലതവണ മുഴക്കിയിട്ടുള്ളതാണ്.
അങ്ങനെ സംഭവിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിയിലേക്ക് അത് നയിക്കും. എണ്ണവില കുതിച്ചുയരുകയും ആഗോള വിപണി സ്തംഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. UN രക്ഷാസമിതിയിൽ ഈ വിഷയം ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അമേരിക്കയുടെ വീറ്റോ അധികാരം മൂലം വലിയ നടപടികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. റഷ്യയും ചൈനയും ഇറാന്റെ പക്ഷം ചേർന്ന് അമേരിക്കയുടെ നീക്കങ്ങളെ അപലപിക്കാനാണ് സാധ്യത. ഇത് ആഗോളതലത്തിൽ പുതിയൊരു ചേരിതിരിവിനും ശീതയുദ്ധ സമാനമായ സാഹചര്യത്തിനും വഴിതെളിക്കും. ഹോർമൂസിലെ ഓരോ തുള്ളി ചോരയും ലോക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. മത്സ്യബന്ധന ബോട്ടുകൾക്ക് നേരെയുണ്ടായ ആക്രമണം പാവപ്പെട്ട തൊഴിലാളികളുടെ ഉപജീവനത്തെ തകർത്തിരിക്കുകയാണ്. ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്നവർ രാഷ്ട്രീയത്തിലോ സൈനിക നീക്കങ്ങളിലോ പങ്കാളികളായിരുന്നില്ല. എന്നിട്ടും അവർ ഈ സംഘർഷത്തിന്റെ ഇരകളായി മാറി. കാണാതായ 6 പേർക്കായി സമുദ്രത്തിൽ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവരെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ കുറവാണെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ പ്രഹരശേഷിക്ക് മുന്നിൽ നിൽക്കാൻ ഇറാന്റെ ചെറിയ ബോട്ടുകൾക്ക് കഴിയില്ലെങ്കിലും ഗറില്ല യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇറാന് തിരിച്ചടിക്കാൻ സാധിക്കും. കടലിടുക്കിന്റെ ഭൂപ്രകൃതി ഇറാന് അനുകൂലമാണ്. അത്യാധുനിക ഡ്രോണുകളും കടലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മൈനുകളും ഉപയോഗിച്ച് അമേരിക്കൻ കപ്പലുകൾക്ക് കനത്ത നാശനഷ്ടം വരുത്താൻ ഇറാന് ശേഷിയുണ്ട്. ഇതാണ് അമേരിക്കയെയും ആശങ്കയിലാക്കുന്നത്. ഇസ്രായേലും ഈ സംഭവവികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇറാന്റെ കരുത്ത് ചോരുന്നത് ഇസ്രായേലിന് താല്പര്യമുള്ള കാര്യമാണ്. എന്നാൽ ഈ സംഘർഷം തങ്ങളിലേക്ക് പടരുമോ എന്ന ഭീതിയും അവർക്കുണ്ട്. ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാന് പിന്തുണയുമായി രംഗത്തെത്തിയാൽ യുദ്ധം ഹോർമൂസിൽ നിന്ന് മറ്റു മേഖലകളിലേക്കും വ്യാപിക്കും. ഇത് പശ്ചിമേഷ്യയെ ഒരു അഗ്നികുണ്ഡമാക്കി മാറ്റും. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനും കപ്പൽ ഗതാഗതം വഴിതിരിച്ചുവിടാനും കാരണമാകും. ഇത് ചരക്ക് നീക്കത്തെ മന്ദഗതിയിലാക്കും. സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് നേരിടേണ്ടി വരും. ഹോർമൂസിലെ പ്രശ്നം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ഓരോ ലോക പൗരനെയും ബാധിക്കുന്ന ഒന്നാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ നീക്കത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം ജനപ്രതിനിധികൾ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു നീണ്ട യുദ്ധത്തിലേക്ക് അമേരിക്ക കടന്നു പോകുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. എന്നാൽ ബൈഡൻ ഭരണകൂടം ഇറാന് നേരെ കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോൾ സ്ഥാനമില്ലാത്ത അവസ്ഥയാണ് ഇവിടെയും കാണുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ജനങ്ങൾക്കിടയിൽ അമേരിക്ക വിരുദ്ധ വികാരം ശക്തിപ്പെടാൻ ഇത് കാരണമാകും. ദേശീയത ഉയർത്തിക്കാട്ടി ഭരണകൂടത്തിന് കൂടുതൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സാഹചര്യമൊരുക്കുന്നു. സൈനിക ബജറ്റ് വർദ്ധിപ്പിക്കാനും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനും ഇറാൻ തയ്യാറെടുക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിൽ സൈനിക നിരീക്ഷണം ശക്തമാകും. കൂടുതൽ യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് അയക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ചെറിയ നീക്കവും വലിയൊരു സ്ഫോടനത്തിന് വഴിമരുന്നിട്ടേക്കാം. ലോകം ശ്വാസമടക്കി പിടിച്ചാണ് ഹോർമൂസിലെ ഓരോ വാർത്തയും കേൾക്കുന്നത്. സമാധാനം എന്നത് ഇപ്പോൾ ഒരു വിദൂര സ്വപ്നം മാത്രമായി മാറുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല. അമേരിക്കയുടെ സൈനിക കരുത്തും ഇറാന്റെ പ്രത്യാക്രമണ ശേഷിയും തമ്മിലുള്ള പോരാട്ടമായി ഇത് മാറിയിരിക്കുന്നു. ഇരയാക്കപ്പെട്ടത് സാധാരണക്കാരായ മനുഷ്യരാണെന്നത് ഈ യുദ്ധകഥയിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. നയതന്ത്രജ്ഞർ പരാജയപ്പെടുകയും സൈനികർ ആയുധമെടുക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ മാനവികത ഹോർമൂസിലെ ആഴക്കടലിൽ മുങ്ങിപ്പോവുകയാണ്. നാം ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിലാണോ നിൽക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമായിരിക്കുന്നു.